ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ ഒരു മലയാളം PYQൻ്റെ സെഷൻ ആരംഭിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ നൽകിയിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാമെന്നാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്. അപ്പം ഇതിൽ ശരിയായ വാക്യങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്, അത് ശരിയായ വാക്യമാണ്. അതുപോലെ തന്നെ കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്, അതും ശരിയായ വാക്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ആവശ്യം ഇല്ല. അപ്പം നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ 2ഉം 3ഉം കൂടി ചേർന്നിട്ട് ബി ഓപ്ഷനാണ്. നെക്സ്റ്റ്, തെറ്റില്ലാത്ത പദങ്ങളാണ്. ക്രീഡയും കാഠിന്യവുമാണ് ശരിയായിട്ടുള്ള പദങ്ങൾ. തെറ്റില്ലാത്ത പദങ്ങൾ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പദങ്ങൾ ക്രീഡയും കാഠിന്യവുമാണ്. ക്രീഡ ആൻഡ് കാഠിന്യം. അപ്പം ആൻസർ വരുന്നത് 2, 3 ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. അപ്പോൾ കുട്ടിത്തം എന്ന് എഴുതുന്നത് കുട്ടിത്തമാണ്. അതുപോലെ കണ്ടുപിടുത്തമാണ്. കണ്ടുപിടുത്തം. നെക്സ്റ്റ്, ചലച്ചിത്രത്തിനെ നമുക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ചലത് പ്ലസ് ചിത്രം, ചലച്ചിത്രം. നെക്സ്റ്റ്, തിന്നുന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പദത്തിൻ്റെ പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ദാനത്തിൻ്റെ മാഹാത്മ്യമാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ, ദാനത്തിൻ്റെ മാഹാത്മ്യം. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി പറയാവുന്നത് ഏതെല്ലാമാണ്? ലളിതം പറയാം, അതുപോലെ തന്നെ മൃദുവും പറയാം. ആൻസർ 1ഉം 2ഉം. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പം നെക്സ്റ്റ് നോക്കേണ്ടത്, നെക്സ്റ്റ് ഒരു എക്സാമിന് കഠിനത്തിൻ്റെ പര്യായ പദമാണ് ചോദിക്കുന്നതെങ്കിൽ പര്യായം ചോദിച്ചാൽ നമുക്ക് കർക്കശവും എഴുതാം, അതുപോലെ തന്നെ ദൃഢവും എഴുതാം. കർക്കശം, ദൃഢം. ഓക്കെ, എന്താണ് കഠിനത്തിൻ്റെ പര്യായ പദമാണ്. നെക്സ്റ്റ്, കടലിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. നിഗ്മനായാണ് കടലിൻ്റെ പര്യായപദം അല്ലാത്തത്. നിഗ്മന, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പം കടലിൻ്റെ പര്യായ പദങ്ങളാണ് പരവാരം, അതുപോലെ തന്നെ ആഴി, അതുപോലെ അർണവം. ഇതൊക്കെ കടലിൻ്റെ പര്യായ പദങ്ങളാണ്. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാമെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. പകരത്തിന് പകരം, അതുപോലെ ഉരുളയ്ക്കുപ്പേരി. പകരത്തിന് പകരവും ഉരുളയ്ക്കുപ്പേരിയുമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 1ഉം 2ഉമാണ്. എ ആണ് ആൻസർ. ഗുഹി എന്ന പദത്തിൻ്റെ ശ്രീലിംഗമായി വരാവുന്നത് ഏതെല്ലാമെന്നാണ്? ഗൃഹിണിയാണ് ആൻസർ. അപ്പം ഗുഹിക്ക് ഗൃഹിണിയാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഗൃഹിണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റ് വീശിയില്ലെങ്കിലും ഇല പൊഴിഞ്ഞില്ല എന്നതിലെ ഘടകപദം ഏതാണ്? ഘടകപദം എപ്പോഴും വരുന്നത് എങ്കിലും എന്ന് പറയുന്നതാണ് ഘടകപദമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദമാക്കുമ്പോൾ താഴെ പറയുന്നവയിൽ യോജിക്കുന്നത് ഏതാണ്? സ്രഷ്ടാവെന്നാണ്. സ്രഷ്ടാവാണ്. സൃഷ്ടി നടത്തുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ സ്രഷ്ടാവാണല്ലേ. സ്രഷ്ടാവാണ്. സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ സ്രഷ്ടാവ് എഴുതുന്നത് പഠിച്ചു വയ്ക്കുക. നമുക്കപ്പം കറക്റ്റ് വേർഡ് ഏതെന്നൊക്കെ ചോദിക്കാൻ പറ്റും. സ്രഷ്ടാവെന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. സെറ്റാണ്. ഫസ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ആൻസർ എ ആണ്. അപ്പം നിങ്ങൾ, മാരാർ, ശാസ്ത്രികൾ ഇവയെല്ലാം പൂജക ബഹുവചനമാണ്. എന്താണ് പൂജക ബഹുവചനം എന്നാൽ രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമായിരിക്കും. നമുക്ക് കണ്ടാൽ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്കത് തോന്നും ബഹുവചനമാണെന്ന് തോന്നും. എന്നാൽ അർത്ഥം നോക്കുമ്പോഴത്തേക്കും അത് ഏകവചനമായിരിക്കും. അപ്പം നമ്മൾ ഒരു വ്യക്തിയല്ലേ നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പം ഒരു വ്യക്തിയല്ലേ. അപ്പം
അപ്പം നമ്മൾ ബഹുമാനാർത്ഥം വിളിക്കുന്നതിനെയാണ് നമ്മൾ പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പം ഇത് എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾ, മാരാർ, ശാസ്ത്രികൾ, സൗമികൾ ഇവയൊക്കെ എന്താണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ്, നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. എങ്ങനെയാണ്? നിങ്ങൾ എന്ന് പറയുമ്പോൾ നിൻ പ്ലസ് കല്ലാണ് നിങ്ങൾ. നിൻ പ്ലസ് കല്ലാണ് നിങ്ങൾ. നെക്സ്റ്റ്, അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആതിഥേയനാണ്. ഓപ്ഷൻ ഡി ആതിഥേയനാണ്. ഓപ്ഷൻ ഡി ആതിഥേയൻ. നെക്സ്റ്റ്, ശരിയായ പദമാണ്. ശരിയായ പദം ഓപ്ഷൻ ബി ആണ്, ഖണ്ഡാകാരമാണ്. ഓപ്ഷൻ ബി എന്താണ്? ഖണ്ഡാകാരം. എഴുതി പഠിക്കുക. ഇത് 2022 വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 2026 റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്ക് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ആ ഒരു ടൈമിൽ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നത്. ഖണ്ഡാകാരമാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ പുഞ്ച എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണെന്നാണ്. പുഞ്ചയുടെ വിപരീത പദം നഞ്ചയാണ്. ഓപ്ഷൻ ബി നഞ്ചയാണ്. പുഞ്ചയുടെ വിപരീത പദം നഞ്ച. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും ഏതാണ് പുഞ്ചയുടെ പര്യായം. ഇപ്പം ഏതൊക്കെയാണ് നമുക്ക് പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം. പര്യായം ഏതൊക്കെയാണ്? പഞ്ച ഉണ്ട്, തുഞ്ച ഉണ്ട്, അതുപോലെ മഞ്ച. ഓക്കെ. തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പദം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ത്രീലിംഗ പദം അല്ലാത്തത് തപസിയാണ്. തപസി. ഓപ്ഷൻ ബി തപസിയാണ്. അപ്പം നോക്കട്ടെ. അപ്പം ഈ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക. സ്ത്രീലിംഗ പദം എല്ലാ ക്വസ്റ്റ്യനിലും ചോദിക്കുന്നതാണ്. ഏതാണ്? കീകടി, അതുപോലെ ശമിത്രി, അതുപോലെ ഖാദിനി. ഇതൊക്കെ സ്ത്രീലിംഗ പദമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജംഗമം എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജംഗമം എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ദത്തമാണ് ആൻസർ. ദത്തമാണ് ആൻസർ. അപ്പം ഇംഗം, ത്രസം, ചരം ഇവയൊക്കെ ജംഗമത്തിൻ്റെ പര്യായ പദങ്ങളാണ് അല്ലേ. ഇംഗം, ത്രസം, ചരം ഇവയൊക്കെ പര്യായ പദങ്ങളാണ്. നെക്സ്റ്റ്, നാടകം വാചിക പ്രധാനമാണ്. കഥകളിയാണ് പോലും അതല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഘടകപദമാക്കി എഴുതുമ്പോൾ എന്താണെന്നാണ് വരുന്നതെന്നാണ്. ഓപ്ഷൻ ബി ആണ്. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, നടക്കാൻ പ്രയാസമുള്ള വഴി എന്നതിൻ്റെ ഒറ്റ പദം ചോദിച്ചാൽ ദുർഗപദം എന്നാണ്. ദുർഗപദം എന്നുള്ളതാണ് ഒറ്റപ്പദം. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം വരുന്ന ശരിയായ പദങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ പറച്ചിൽ, യാത്ര എന്നിവ ശരിയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ സി ആണ് കേട്ടോ ശരി. 4ാമത്തെ ആരംഭം, പുറപ്പാട് ഇവയും ശരിയായ ഓപ്ഷനാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യും. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞൊരു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സൃഷ്ടാവുന്നതിൻ്റെ ശരിയായ പദം ഇതുമായി ബന്ധിപ്പിക്കുന്ന ഒരു പദം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവ്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ശരിയായ പദം ഓപ്ഷൻ സി ആണ്, സൃഷ്ടാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റ പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അക്ഷന്തവ്യമാണ് ഒറ്റപ്പദം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരി ഗോവിന്ദൻ നായർ രചിച്ച നാടകം ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ്, കൂട്ടുകൃഷിയാണ്. ഓപ്ഷൻ സി കൂട്ടുകൃഷി, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അപ്പം മറ്റ് കൃതികളും കൂടെ നോക്കാം. കാഞ്ചനസീത എന്ന നാടകം രചിച്ചത് ആരാണ്? കാഞ്ചനസീത CN ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായരാണ്. അപ്പം കാഞ്ചനസീത CN ശ്രീകണ്ഠൻ നായരാണ്. നെക്സ്റ്റ് നോക്കാം. ദൈവത്താർ എന്ന് പറയുന്ന കൃതി, ദൈവത്താർ എന്ന് പറയുന്ന നാടകം, ദൈവത്താർ എന്ന നാടകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കാവാലം നാരായണ പണിക്കരാണ്. നെക്സ്റ്റ് നോക്കാം. പാട്ടബാക്കി ആരുടെ കൃതിയാണ്? പാട്ടബാക്കി ദാമോദരന്റെ കൃതിയാണ്. പാട്ടബാക്കി ആരുടേതാണ്?
പാട്ടബാക്കി ദാമോദറാണ്, ദാമോദർ. അപ്പം പറഞ്ഞു കാഞ്ചനസീത ആരുടേതാണ്? CN ശ്രീകണ്ഠൻ നായർ. പാട്ടബാക്കി ദാമോദർ. ദൈവത്താർ ആരാണ്? കാവാലം നാരായണ പണിക്കർ ആൻഡ് കൂട്ടുകൃഷി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മൺകലം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം എന്നാണ് അർത്ഥം. മണ്ണുകൊണ്ടുണ്ടാക്കിയ കലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം. കഴിഞ്ഞ ക്ലാസ്സിലെ പൂജക ബഹുവചനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടെ പറയാം. രൂപം കൊണ്ട് ബഹുവചനവും രൂപം കൊണ്ട് ഏകവചനവും, എന്നാൽ കാണുമ്പോഴത്തേക്ക് ബഹുവചനവുമായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പം ബഹുവചനമായിട്ട് തോന്നും, എന്നാൽ രൂപം കൊണ്ട് അത് ഏകവചനമാണ് അല്ലേ. അപ്പം ഇതിൽ വരുന്നത് സൗമികളാണ്. ബഹുമാനാർത്ഥം നമ്മൾ ഒരാളെ വിളിക്കുന്ന പദമാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോപം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ്. ലോപം എന്ന വാക്കിന്റെ അർത്ഥം കുറവ് എന്നാണ്. കുറവ്, ഓപ്ഷൻ എ കുറവ്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേതാവ് എന്ന് ചോദിച്ചാൽ നേത്രിയാണ്, നേത്രി. നെക്സ്റ്റ്, അധ്വാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് ഏതെന്നാണ്. അണ്ണാൻകുഞ്ഞും തന്നാലായത്. ഓപ്ഷൻ ബി അണ്ണാൻകുഞ്ഞും തന്നാലായത്. നെക്സ്റ്റ്, വാക്കെന്ന പദത്തിന്റെ പര്യായ പദം ഏതാണ്. വാക്കിന്റെ പദത്തിന്റെ പര്യായം ചോദിച്ചാൽ വാണിയാണ്. ഓക്കെ. നെക്സ്റ്റ്, ശരിയായ പിരിച്ചെഴുത്താണ്. ശരിയായ എന്താന്ന് വെച്ചാൽ തിരു പ്ലസ് ആതിരയാണ് തിരുവാതിര. ഓക്കെ. മഴക്കാലം ഒന്നും വരില്ലല്ലോ. മഴ പ്ലസ് കാലമാണ് മഴക്കാലം. അതുപോലെ തന്നെ തണുപ്പ് പ്ലസ് ഉണ്ടാണ് തണുപ്പുണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ട്, അതിനാണ് തണുപ്പുണ്ട് എന്ന് പറയുന്നത്. തണുപ്പ് പ്ലസ് ഉണ്ടാണ് തണുപ്പുണ്ട്. അപ്പം വാഴ പ്ലസ് പഴമാണ് വാഴപ്പഴം. നെക്സ്റ്റ്, വാഴ പ്ലസ് പഴമാണ് വാഴപ്പഴം. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ സീരീസിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.